പ്രിയ രക്ഷിതാക്കളെ, 2026-27 അധ്യയന വർഷത്തേക്കുള്ള ലാഫ പരിപാടികളുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ്. 1 മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഓൺലൈനിൽ രജിസ്ട്രേഷൻ നടപടി സ്വീകരിക്കാൻ കഴിയുന്നത്. ഓരോ രക്ഷിതാവും വിദ്യാർത്ഥികളും കൂടി ആലോചിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ അഭിരുചി, താല്പര്യം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ലാഫ പരിപാടിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഒരു തവണ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം മുഴുവനായി ആ വിദ്യാർത്ഥി ആ പ്രത്യേക ആക്ടിവിറ്റി തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടീസ് രക്ഷിതാക്കൾക്ക് വിതരണം ചെയ്യുന്നതാണ്. ആ നോട്ടീസ് നൽകിയിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് രക്ഷിതാക്കൾക്ക് രജിസ്ട്രേഷൻ നടപടി ആരംഭിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ക്ലാസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന ലിങ്ക് ഉപയോഗിച്ചുകൊണ്ടും രക്ഷിതാക്കൾക്ക് രജിസ്ട്രേഷൻ നടപടികൾക്ക് ആരംഭം കുറിക്കാം. ഒരു ഉദാഹരണം, ഒരു വിദ്യാർത്ഥിയുടെ അഡ്മിഷൻ നമ്പറാണ് ആദ്യം നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. 6666 എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി, ആ കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുന്നു. ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്ന ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ വിദ്യാർത്ഥിയുടെ പേരും ആ വിദ്യാർത്ഥിക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന ആക്ടിവിറ്റീസുകളും ഇവിടെ ലഭ്യമായിരിക്കും. ഉദാഹരണത്തിന് ആ കുട്ടിയുടെ പേര് അഫാൻ അഹമ്മദ് PV, ആ കുട്ടി പഠിക്കുന്ന ക്ലാസ്, ഡിവിഷൻ എല്ലാം തന്നെ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ കുട്ടിക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പരിപാടികളിൽ ചില പരിപാടികൾ മന്ത്ലി പേയ്മെൻറ്റ് ഉള്ള ഒരു പരിപാടിയാണ് റോളർ സ്കേറ്റിംഗ്. റോളർ സ്കേറ്റിംഗ് സെലക്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഓരോ മാസവും രക്ഷിതാക്കൾ 300 രൂപ പേയ്മെൻറ്റ് നൽകേണ്ടതാണ്. അപ്പോൾ ഫീ ഉള്ള കാറ്റഗറി ആണോ, അത് ഫ്രീ ആയിട്ടുള്ള കാറ്റഗറി ആണോ എന്നെല്ലാം ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇംപ്രൂവ് ബേസിക് ലേണിംഗ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ആ കുട്ടികളെ സ്കൂൾ സെലക്ട് ചെയ്ത് രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കുന്നതാണ്. മറ്റു കുട്ടികളാണ് ഈ ഒരു രജിസ്ട്രേഷൻ നടപടി സ്വീകരിക്കേണ്ടത്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ആക്ടിവിറ്റി സെലക്ട് ചെയ്യുന്നത് അവിടെ കാണാൻ സാധിക്കും. എന്നിട്ട് പ്രിവ്യൂ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടെ വെരിഫൈ ചെയ്യാൻ സാധിക്കും. കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ, കുട്ടിയുടെ പേര്, കുട്ടിയുടെ ജെൻഡർ, ക്ലാസ്, ഡിവിഷന്, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റി, അതിൻ്റെ ഫീ, ഇതെല്ലാം തന്നെ അവിടെ കാണിക്കും. ഇതെല്ലാം നമ്മൾ കൺഫേം ചെയ്യുക. എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ കൺഫേം എന്ന് പറയുന്ന ഒരു ബട്ടൺ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്ന ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരും. രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി ഒരിക്കൽ കൂടെ നിങ്ങൾ ആ കുട്ടിയുടെ തന്നെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് സാധിക്കുകയില്ല. കാരണം ഒരിക്കൽ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി രജിസ്റ്റേർഡ് ഫോർ റോളർ സ്കേറ്റിംഗ് എന്ന് പറയുന്നൊരു മെസ്സേജാണ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ക്ലാസ് ടീച്ചറെയാണ് അതിന് ബന്ധപ്പെടേണ്ടത്. എല്ലാ രക്ഷിതാക്കളും ഈ മാസം 30-ാം തീയതിക്ക് മുൻപ് ലാഫ രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കണമെന്ന് വളരെ വിനയപൂർവ്വം രക്ഷിതാക്കളെ ഉണർത്തുകയാണ്.